നമ്മൾ ഈ 2 ആഴ്ച മുൻപ് ഇതേപോലെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു 18-കാരന്റെ ദുരവസ്ഥ നമ്മൾ അറിയിച്ചിരുന്നു. അതെ, കഞ്ചാവ്, സിഗരറ്റ്, എങ്ങനെയെങ്കിലും ആ കുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ട് എത്തിച്ചു തരണമെന്ന് പറയുന്ന മാതാപിതാക്കൾ, അവരുടെ പ്രതികരണം ഉൾപ്പെടെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിൽ ഇപ്പോൾ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നതാണ് 2 ആഴ്ച മുൻപ് നമ്മൾ കൊടുത്ത ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. മോനൊരു 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ യൂസ് തുടങ്ങിയത്. അത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു പോയി. എക്സാം ടൈമിലൊക്കെയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് അറിയത്തില്ലായിരുന്നത്. പഠിക്കുന്നില്ല, നന്നായി പഠിക്കുമായിരുന്നു, അവൻ്റെ വിദ്യാഭ്യാസം പോയി. പുള്ളിക്കാനിപ്പോൾ അത് ഇല്ലാതെ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉപദ്രവം വരെ ഉണ്ട്. മുമ്പ് ഒരിക്കൽ അറിഞ്ഞു വെച്ചാൽ ദേഷ്യം വന്ന് അവൻ ആയുധം വരെ എടുത്ത് പ്രയോഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. മോനെ നേരെ അവൻ്റെ ജീവിതം തിരിച്ചുകൊണ്ട് എത്തിക്കണം. അച്ഛനും അമ്മയും തിരിച്ചറിയുള്ളൊരു ബോധം അവന് വരണം. ഇപ്പോൾ ആ ഒരു ബോധം ആ ഒരു ചിന്ത അവനില്ല. അച്ഛനാണ് അമ്മയാണെന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴും അവനില്ല. ഈ 18-കാരനെ നേരിൽ കണ്ടിരിക്കുന്നു വിമുക്തി തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് എന്നുള്ളതാണ്. അത് സന്തോഷകരമായ കാര്യമാണ്. കഞ്ചാവും സിഗരറ്റും പതിവാക്കിയ കുട്ടിക്ക് പ്രാഥമിക കൗൺസിലിംഗ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ വിഘ്നേഷ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം SKN, കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ അതിന് കാരണമാകാം എന്നുള്ളതാണ്. വിഘ്നേഷ് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു 18 വയസ്സുകാരൻ കഞ്ചാവിന് അടിമപ്പെട്ട വിവരം അവൻ്റെ മാതാപിതാക്കൾ തന്നെ 24-ലൂടെ അവരുടെ ദുരവസ്ഥ വ്യക്തമാക്കിയതാണ്. എക്സൈസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ആ ഘട്ടത്തിൽ തന്നെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു ഉറപ്പുവരുത്തിയതുമാണ്. ഇപ്പോൾ അവനെ നേരിട്ട് കണ്ട് ആ കൗൺസിലിംഗ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട്. വിമുക്തിയുടെ ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് 24-നൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഈ 18-കാരനെ കണ്ടതും കൗൺസിലിംഗ് ആരംഭിച്ചതുമൊക്കെ. അദ്ദേഹത്തോട് നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ ചോദിക്കാം. ഈ 18-കാരനെ കണ്ടിരുന്നു നമ്മൾ? അതെ, നമ്മൾ ഈ ഒരു വിവരം അറിഞ്ഞതിൻ്റെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വളരെ അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെടണമെന്നും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തണമെന്നുള്ള നിർദ്ദേശം തന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ ആ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ കുട്ടി എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു? കുട്ടി നിലവിൽ കന്നാബിസ് മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നൊരു കുട്ടിയാണ്. കന്നാബിസും സിഗരറ്റും ഉപയോഗിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഒരു സമയത്തിന് മുൻപ് വരെ ആ കുട്ടി വളരെ അക്കാഡമിക് നിലവാരം പുലർത്തിയിരുന്നതും പിന്നെ വളരെ മികച്ച ഒരു സ്വഭാവത്തിനുടമയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. വളരെ സഡൻലി ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാം മാറുകയും പിന്നെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് കുടുംബം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം ഈ കുട്ടിയെന്നല്ല ഏതൊരു കുട്ടിയിലേക്കും ഈ പറയുന്ന ലഹരി പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ ഉള്ളൊരു പ്രധാന ഘടകം കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളുമൊക്കെ ഈ കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ബ്രോക്കൺ ഫാമിലിയാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ അമ്മയും അച്ഛനും സെപ്പറേറ്റഡാണ് താമസിക്കുന്നത്. അവർ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് തന്നെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള വീടാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കുട്ടി എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലമാറ്റിക് കണ്ടീഷനിലേക്ക് പോവുക എന്നുള്ളത്. ദെൻ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം വളരെ റിജിഡായിരുന്നു. നമ്മളോട് സഹകരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമല്ല, നമ്മുടെ വിമുക്തി മെൻഡർമാരെന്ന് പറയുന്ന എക്സൈസ് വകുപ്പിൽ കീഴിൽ വിമുക്തി മിഷന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ നിംഹാൻസിൽ നിന്ന് ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുകയും തീർത്തും ശിശു സൗഹൃദമായിട്ട് തന്നെ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നൽകുകയും പ്രാഥമികമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടി ഇതെല്ലാം നമ്മളോട് തുറന്ന് പറയണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇല്ലില്ല, സഹകരിക്കാൻ തയ്യാറില്ല. സഹകരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കുട്ടി തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. പുതിയൊരാൾ വരുന്ന സമയത്തേക്ക് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും കുട്ടി ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളതില്ല. പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ ഒരു പ്രൈമറി കൗൺസിലിംഗ്, കുട്ടിയുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക, വിവരങ്ങൾ എടുക്കുക, ഒരു ഡേറ്റ കളക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുട്ടിയുടെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അച്ഛൻ ഒരു ബാർ തൊഴിലാളിയാണ്. അച്ഛൻ മദ്യപിക്കുന്ന ഒരാളാണ്. ഇവർ സെപ്പറേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളത് ഒരു ടോട്ടലി നോക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ കുട്ടിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടോട്ടൽ തുക എന്ന് പറയുന്നത് കുട്ടിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അക്കാഡമിക് നോക്കുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ CBSE സ്കൂളിൽ പഠിച്ച വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സോ നമുക്ക് ആദ്യഘട്ടമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു റാപ്പോ ബിൽഡിംഗ്, ഡേറ്റ കളക്ഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. ആ ഒരു തവണ കണ്ടതിന് ശേഷം കുട്ടിക്ക് നമ്മളൊരു 1 വീക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം എന്ന് പറയുന്നതിൽ കുട്ടിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്വയം പ്രിവെൻറ്റ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ്, ചെറിയ ടിപ്പുകൾ, അത് എത്രത്തോളം വർക്കാകും എന്നുള്ള വിശ്വാസത്തിലല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കുട്ടിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സമൂഹത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവൻ്റെ എൻവയോൺമെൻറ്റ്സിൽ ഉൾപ്പെടെ ചേഞ്ചസ് വരേണ്ടതുണ്ട്. നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ വിമുക്തിയുടെ ഒരു ഡീഡിഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ഡീഡിഷൻ സെൻറ്ററിലേക്കാണ് നമ്മളിനി ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ കുട്ടിയെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അവിടുത്തെ സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കറുടെയും മെഡിക്കൽ ഓഫീസറുടെയും സേവനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ കൂടെ ക്ലിനിക്കലായിട്ടുള്ള സപ്പോർട്ടും മറു സൈഡിൽ കൂടെ ഒരു സോഷ്യൽ സപ്പോർട്ടും നമ്മൾ അവന് കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കണം നമുക്ക് അവനിലൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ പ്രത്യാശിക്കുന്നത്. എക്സൈസും വിമുക്തിയും അവന് പിന്നാലെ എന്നല്ല, അവനൊപ്പം പോവുകയാണ്. ഒപ്പം ഉണ്ട്, തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, അവൻ എന്ന് മാത്രമല്ല നമ്മളിലേക്ക് വരുന്ന ഏതൊരു കുട്ടിയും അവനെ ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കേസുകൾ എനിക്കത് പറയാൻ പറ്റും. കഴിഞ്ഞൊരു 2-2.5 കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, തിരുവനന്തപുരം ജില്ലയിലെന്നല്ല മൊത്തത്തിൽ ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ഈ പ്രശ്നങ്ങളിലേക്ക് എത്താതെ പോകുന്ന ഒരുപാട് കുട്ടികൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഗ്രേറ്റ് എഫേർട്ട്. അത്തരത്തിൽ ഇവനെ സംബന്ധിച്ചൊരു ലോങ് ടേം പ്രോസസ്സാണ്. പ്രാഥമികമായും അവന് +2 ഫെയിലായ സബ്ജക്റ്റ് എഴുതിയെടുക്കുന്നതിനുള്ള സപ്പോർട്ട് വിമുക്തി നൽകും. മറ്റൊന്ന്, അവൻ്റെ സാമൂഹിക പശ്ചാത്തലം അപ്പാടെ മാറേണ്ടതുണ്ട്. ആ സാമൂഹിക പശ്ചാത്തലം മാറുന്നതിനുള്ള ഇടപെടൽ അവനൊപ്പമുള്ളവരും അവനും ഒപ്പം വിമുക്തിയും ഒക്കെ ചേർന്ന് തന്നെ ആ പദ്ധതികളും ആ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് വിമുക്തിയുടെ ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും 24 അതിനൊപ്പം തന്നെ ഉണ്ടാകും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇത് വല്ലാത്തൊരു സംഭവമാണ് അല്ലേ? അതെ, ഈ വിമുക്തിയുടെ ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള സപ്പോർട്ട് വേണം. ഒരു ക്ലിനിക്കൽ സപ്പോർട്ടും വേണം, അതിനോടൊപ്പം സോഷ്യൽ സപ്പോർട്ടും വേണം. കാരണം ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം അത്രയും മോശമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.